നമസ്കാരം. ഷെഖീന ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഷെഖീന ഇന്ന് ഒരു വ്യത്യസ്തതയാർന്ന ഒരു ഇൻസൈറ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയും ചെയ്യുന്നത്. ആദ്യമായി സ്റ്റുഡിയോ വിട്ട് പുറത്തേക്ക് ഷെഖീന ജനങ്ങൾക്കിടയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് ഇൻസൈറ്റിലൂടെ. കുട്ടനാടും പ്രളയവുമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയമായി ആദ്യം തന്നെ പുറത്തേക്കുള്ള ഇൻസൈറ്റിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ കുട്ടനാടിൻ്റെ ഹൃദയമായ ചമ്പക്കുളത്താണ് ഇന്നത്തെ ഷൂട്ട് വെച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകൾ, അതായത് കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. അതോടൊപ്പം കുട്ടനാടിനെ കഴിഞ്ഞ പ്രളയത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റിയ ചാസ് അടക്കമുള്ള സംഘടനകളുടെ ഒരു പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ ചമ്പക്കുളത്തെ വികാരിയച്ഛൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യവുമുണ്ട്. ഏതായാലും ഇൻസൈറ്റ് ചർച്ച ചെയ്യുന്നത് കുട്ടനാട്ടിലെ പ്രളയമാണ് അടിസ്ഥാന വിഷയമെങ്കിലും കുട്ടനാട് വരും കാലങ്ങളിൽ എങ്ങനെയാവണം എന്നതിൻ്റെ ഒരു ചിത്രം കൂടി ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരണമെന്നാണ് ഇൻസൈറ്റ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക്, ആരോഗ്യപരമായ ഒരു ചർച്ചയിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുട്ടനാടിൻ്റെ പ്രളയത്തിൽ നിന്നുകൊണ്ടുള്ള ഓർമ്മ, ഈ കുട്ടനാടിൻ്റെ പ്രളയം ഒരു വയസ്സ് തികയുമ്പോൾ ഏതാണ്ട് മഴയുടെ ഒരു മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇൻസൈറ്റ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതിഥികളിലേക്ക് ആദ്യം തന്നെ പോകാം. ബഹുമാനപ്പെട്ട ചാസിൻ്റെ ഡയറക്ടർ അച്ഛൻ ഇപ്പോൾ നമ്മുടെ അതിഥിയായിട്ടുണ്ട്. ഫാദർ ജോസഫ് കളരിക്കലാണ് അതിഥിയായിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ സമയങ്ങളിൽ കുട്ടനാടിൻ്റെ പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ ഒരുപാട് പ്രയത്നിച്ച ഒരു ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് കളറിക്കൽ അച്ഛൻ. ഒപ്പം വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഏതാണ്ട് കുട്ടനാടിൻ്റെ മനസ്സിൽ ഒരു ഹീറോ പരിവേഷത്തോടുകൂടി നിൽക്കുന്ന AM ആൻ്റണി ഇപ്പോൾ നമ്മോടൊപ്പം അതിഥിയായി ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കായൽ കർഷകരുടെ പ്രതിനിധിയായിട്ടുള്ള ജോസ് ജോൺ വേങ്ങാന്തറ ഇപ്പോൾ നമ്മുടെ അതിഥിയാണ്. ഒപ്പം തന്നെ വലിയ ഒരു കുട്ടനാടിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടനാട്ടുകാരായ ആളുകളുടെ വലിയ നിര തന്നെ നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. ഇതിൽ അധ്യാപകരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്, മറ്റ് ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, കർഷകരുണ്ട്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമാർന്ന ഒരു ആളുകളുടെ ഒരു സമൂഹം കൂടിയാണ് ഇവിടെയുള്ളത്. ആദ്യം തന്നെ നമ്മളുടെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് കളരിക്കൽ അച്ഛനിലേക്ക് പോയാൽ, കഴിഞ്ഞ കുട്ടനാടിൻ്റെ പ്രളയത്തിൻ്റെ ചിത്രം, അതിൻ്റെ ഒരു ഭീകരത, അതൊന്ന് ആദ്യം തന്നെ ഒന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ തലമുറ ദർശിച്ച ഏറ്റവും വലിയ പ്രളയമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയമാണ് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് എങ്കിലും കുട്ടനാട്ടുകാരുടെ പ്രളയ ദുരിതം ആരംഭിച്ചത് ജൂൺ മാസത്തിലാണ്. ജൂലൈ മാസത്തിലെ വെള്ളപ്പൊക്കം 2 ആഴ്ചയിലധികം നീണ്ടു നിന്നു എന്നുള്ളതാണ് സത്യം. കാരണം 2 ആഴ്ചയിലധികം ഈ AC റോഡ് അടഞ്ഞു കിടക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരിക്ക് തൊട്ടു താഴെ പുഴവാത് മുതൽ ഈ റോഡിൽ മുഴുവൻ വെള്ളമായിരുന്നു. അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സഹായങ്ങളുമൊക്കെ ആയിട്ട് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകളൊക്കെ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കാരണം കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളപ്പൊക്കം ഏതാണ്ട് തീരുന്ന സന്ദർഭത്തിൽ ചങ്ങനാശ്ശേരി അരമനയിൽ വെച്ച് പുനരധിവാസ പദ്ധതികളെക്കുറിച്ച് ഉള്ള ആലോചനകൾ നടക്കുന്ന സമയത്ത് കുട്ടനാട്ടിൽ നിന്ന് എത്തിയ ആളുകൾ പറഞ്ഞ കാര്യം ഇതാണ്: ഇത് വലിയ ദുരന്തമോ പ്രശ്നമോ ഒന്നുമല്ല, ഇത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഈ കരകയറാനായിട്ട് ആളുകളെ നമുക്കൊന്ന് സഹായിക്കാനായിട്ട് സാധിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ചിന്ത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് നാളിതുവരെ കാണാത്ത രീതിയിൽ നമുക്കൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്രയ്ക്ക് പരിചിതമല്ലാത്ത ഒരു വെള്ളപ്പൊക്കം, അതൊരു പ്രളയമായി ഈ ഓഗസ്റ്റ് മാസത്തിൽ മാറിയത്. ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ തന്നെ ഘോരമായിട്ടുള്ള മഴ ആരംഭിച്ചിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 15 ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. അന്ന് രാത്രിയോടുകൂടി മിക്കവാറും കുട്ടനാട് പൂർണ്ണമായിട്ടും തന്നെ വെള്ളത്തിൽ താണുപോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രളയത്തെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരമൊക്കെ ആയപ്പോൾ നിസ്സഹായരായി
സ്തബ്ധരായി വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടനാടൻ ജനതയാണ് നമ്മൾ കണ്ടത്. കാരണം ഓരോ അടി വെള്ളം കൂടുമ്പോഴും കുട്ടനാട്ടുകാർ പറയുന്നു അത് ഇത്രയേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയേ വരത്തുള്ളൂ, ഇത് ഇറങ്ങിപ്പോകും. ഈ 15-16 തീയതി വരെ കുട്ടനാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നതിനെക്കുറിച്ച് പോലും നമ്മളാരും ചിന്തിച്ചിരുന്നില്ല, കുട്ടനാട്ടുകാർ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ 16-ാം തീയതി പലായനം ചെയ്യാതെ മറ്റ് ഒരു നിവൃത്തിയും ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം കൃഷിയിടങ്ങൾ മുഴുവൻ നശിച്ചു, പാടശേഖരങ്ങൾ മടവീണു, നമ്മളുടെ വീടുകളിൽ വെള്ളം കയറി. ഇതേവരെ വെള്ളം കയറാത്ത വീടുകൾക്കുള്ളിൽ പോലും 3-4 അടി വെള്ളം കയറി എന്നുള്ളത് വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. അതുമാത്രമല്ല, ഒരുപക്ഷെ വെള്ളം വീടിനുള്ളിൽ കയറിയാലും 2, 3, 4 ദിവസം കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോകും. ഇത് വെള്ളം കയറുക മാത്രമല്ല, വെള്ളത്തിൻ്റെ അളവ് ഒന്നിനൊന്ന് കൂടിക്കൂടി വരികയും ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ആളുകൾ പലായനം ചെയ്യുക. ആ പലായനത്തിൻ്റെ ചിത്രം എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ കുട്ടനാട് ദർശിക്കാത്ത ഒരു സംഗതിയാണ്. അതിൻ്റെ ചിത്രങ്ങൾ, പലായനം ചെയ്യാനായിട്ട് മാർഗങ്ങളില്ല. തോടുകളും ആറുകളിലൂടെയും ഒക്കെയുള്ള ഗതാഗതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിയായി, അത് സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയായി. റോഡിലൂടെ നടക്കില്ല. അവസാനമാണ് ടോറസ് വണ്ടിയിലൊക്കെ ആളുകളെ ഇങ്ങനെ കയറ്റി കുത്തി നിറച്ചുകൊണ്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ പോകേണ്ടതായിട്ട് വന്നത്. ശ്രീ എം ആന്റണി, നമ്മൾ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ കുറ്റം പറയാറുണ്ട്. സർക്കാർ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, സർക്കാർ സംവിധാനം പ്രവർത്തിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ, അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ പ്രളയം താങ്കളുടെ പ്രവർത്തനത്തെ ഒരു ഹീറോ പരിവേഷത്തോടു കൂടിയാണ് കുട്ടനാട്ടുകാർ നെഞ്ചിലേറ്റിയത്. താങ്കൾ അടങ്ങുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ആ പ്രളയത്തിൻ്റെ സമയങ്ങളിലെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാം. 2018 പ്രളയം ചിന്തയിൽ നിന്ന് ചിത്രത്തിലേക്ക് പ്രളയം ഇറങ്ങി വരികയായിരുന്നു. കാരണം അതുവരെ ചരിത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചു കേട്ടിട്ടുള്ളതും ഒന്ന് മാത്രമായിരുന്നു പ്രളയം. പക്ഷേ ഓരോ മനുഷ്യരും ഈ ചമ്പക്കുളത്ത് കല്ലൂർക്കാട് പള്ളിയുടെ സമീപത്തിരുന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 19, 20 തീയതികളിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഒരു തിരിച്ചുവരവ് ഇവിടേക്ക് ഉണ്ടാകുമെന്ന്. കാരണം 16 ദിവസങ്ങളായി ചങ്ങനാശ്ശേരിയിൽ തന്നെ താമസിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഫോൺ ബന്ധങ്ങളോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നു. എന്നിരുന്നാലും അവിടുത്തെ മനുഷ്യരുടെ സഹകരണവും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ, പ്രത്യേകമായിട്ടും കോട്ടയം ജില്ലയിൽ പറഞ്ഞാൽ കോട്ടയത്തെ ജില്ലാ കളക്ടർ ശ്രീ BS തിരുമേനി സാറിൻ്റെ ആ ജനകീയ മുഖം ജനങ്ങൾ മുഴുവൻ കണ്ടതും ലോകം മുഴുവൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ ജീവനക്കാർക്കും പരിചയമുള്ളവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്തു. ആ അനുവാദമായിരുന്നു പലപ്പോഴും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കാനായിട്ട് അവിടെ സാധിച്ചത്. ഈ പ്രളയ പ്രവർത്തനത്തിൽ സർക്കാർ അടിയന്തര നടപടികൾ ആ കാലഘട്ടത്തിൽ എടുത്തത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിരുന്നു. വളരെ വേഗം എത്ര നന്നായി കുട്ടനാട്ടുകാരെ ചങ്ങനാശ്ശേരിയിലേക്കും ആലപ്പുഴയിലേക്കും മാറ്റുന്നതിനും അതിന് സന്നദ്ധ സംഘടനകളുടെയും സഭയുടെയും മറ്റു സമുദായങ്ങളുടെയും എല്ലാം തന്നെ സഹകരണം നേടുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും സർക്കാരിനായി. അതിനേക്കാൾ ഉപരിയായിട്ട് സഭയായാലും സമൂഹമായാലും മതിൽ കെട്ടി വേർതിരിച്ച് നിർത്തിയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ പാലമിട്ടുകൊടുത്ത് അയൽവക്കത്തുകാരനെ തിരിച്ചറിയാതിരുന്നവർ സ്നേഹത്തോടെ പിടിച്ച് കൈ ഉയർത്തി കൈ പിടിച്ച് കയറ്റി ടോറസിലായാലും ടിപ്പറിലായാലും ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലും എത്തിച്ചു. ബാക്കി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. എന്നിരുന്നാൽ പോലും ആദ്യ പ്രവർത്തനങ്ങൾക്ക് സമൂഹമാണ് കൂടുതലായിട്ട് പ്രവർത്തിച്ചത്. ചങ്ങനാശ്ശേരി മേഖലയിൽ വളരെ നല്ലൊരു പ്രവർത്തനം കത്തോലിക്കാ സഭ അല്ലെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ചെയ്യാൻ സാധിച്ചു. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഒത്തിരിയേറെ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഒത്തിരി വിഷമത്തോടെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പലതിനെയും വിമർശനത്തോടെ കണ്ട ഒരുപറ്റം ആളുകൾ അന്നും ഇന്നും മുന്നോട്ട് പോകുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അന്നും ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നാലും പോലും പിന്നീട് ആ പ്രവർത്തനങ്ങൾ വളരെ മെച്ചമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും, എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന വില്ലേജിലെ 1600ഓളം വീട്ടുകാരാണ് യഥാർത്ഥത്തിൽ ആദ്യ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തുണ്ടായിരുന്നത്. ഈ 1600 വീട്ടുകാരിൽ ഒരാൾക്ക് പോലും ഇല്ലാതെ എല്ലാവർക്കും സർക്കാരിൻ്റെ സഹായം കിട്ടി എന്നുള്ളത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു നേട്ടവും സർക്കാരിൻ്റെ ഒരു കരുതലും തന്നെയായിരുന്നു. അതോടൊപ്പം സമൂഹത്തിൻ്റെ കരുതലും കൂടിയായപ്പോൾ പ്രളയം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രളയം ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു. ആ കഴിഞ്ഞുപോയ ഒരു വർഷം കഴിയുമ്പോൾ ആ പ്രളയത്തെ പറ്റിയുള്ള ദുർചിന്തകളെല്ലാം മാറി ഒരു പുതിയ സ്വപ്നം കാണുന്ന
നല്ല വിളവിൻ്റെ കുട്ടനാട്ടുകാരെയാണ് കാണുന്നത്. പുതിയൊരു സമൂഹമായിട്ട് കുട്ടനാട്ടുകാരും അതുപോലെ പ്രളയബാധിതരും മാറുന്നു. ജോസ് ജോൺ വെങ്ങാന്തറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കായൽ കർഷകൻ, വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കായൽ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശത്തിൻ്റെ കൃഷി രീതികൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പ്രളയം, സാധാരണ മഴ, അതിൻ്റെ വെള്ളപ്പൊക്കം, അതിൻ്റെ രീതികളെല്ലാം അറിഞ്ഞു തന്നെയാണ് കൃഷി ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന ഒരു വലിയ വെള്ളപ്പൊക്കം, ആ വെള്ളം കുതിച്ചെത്തുന്നു. ഇത്തരം ഒരു കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഇതിനെല്ലാം ഇട്ടെറിഞ്ഞ് കർഷകർക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? പ്രളയത്തെ അതിജീവിക്കുന്നതിൽ ഏറ്റവും വലിയ മനസ്സ് നേടേണ്ടത് ഒരുപക്ഷെ കർഷകരായിരുന്നല്ലോ. എങ്ങനെ അതിജീവിച്ചു ആ വലിയ പ്രളയത്തിൻ്റെ നാളുകളെ? സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന കുട്ടനാടൻ പ്രദേശത്ത് നമ്മുടെ പൂർവികർ നെൽകൃഷി, തെങ്ങ് കൃഷി, സകലവിധ കരകൃഷികളും ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി കുടുംബത്തെ പോറ്റി കുടുംബത്തിലുള്ളവരുടെ വിദ്യാഭ്യാസം നടത്തി മക്കളെ വിവാഹം കഴിച്ചയപ്പിച്ചു. മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോൾ വീട് വെച്ച് അവരെ മാറ്റി. ഇതെല്ലാം കുട്ടനാട്ടിലെ കൃഷി കൊണ്ട് മാത്രം അവർ സമ്പാദിച്ചതാണ്. ചുരുക്കം ചിലർക്ക് മാത്രമേ പുളിങ്ങുന്നലോ കൈനകരിലോ ഉള്ള ചുരുക്കം ചിലർക്ക് മാത്രമേ തോട്ടകൃഷി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ കേരളം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടു. തിരുവനന്തപുരവും കാസർഗോഡും നീക്കി ബാക്കി എല്ലാ ജില്ലകളും വെള്ളത്തിലായിരുന്നു. നമ്മൾ കുട്ടനാടും ചെങ്ങന്നൂരുമാണ് ഭീകരമായ വെള്ളത്തിൻ്റെ കെടുതി അനുഭവിച്ചത്. കുട്ടനാട്ടുകാരെ മുട്ടിന് ഒപ്പം വെള്ളം കണ്ടിട്ടുണ്ട്, അരയ്ക്കൊപ്പം വെള്ളം കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കഴുത്തറ്റം വെള്ളം കണ്ടു. നമ്മൾ ശ്വാസം മുട്ടിയില്ല. നമ്മളെ രക്ഷിക്കാനായിട്ട് സർക്കാരും അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിത മാർഗം കൃഷി തന്നെയാണ്. നമുക്ക് കൃഷിയെ പുണർന്നുകൊണ്ട്, ഞാൻ പാടശേഖരം കൃഷി ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കായൽ കൃഷി ചെയ്യാനായിട്ട് കുറേ കൂടുതൽ ഏരിയ റാണിച്ചിത്തര കായൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ച തൊഴിൽ തന്നെ നമ്മൾ ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയോടുകൂടി മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഫാദർ ജോസഫ് കളരിക്കൽ, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രളയം കഴിഞ്ഞു, പ്രളയത്തിന് 1 വയസ്സ് പൂർത്തിയാവുന്നു. മറ്റ് സംവിധാനങ്ങളുടെ സഹായങ്ങളും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. കുട്ടനാട്ടിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കായോ ചാസിനായോ ഏതെല്ലാം രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു? അത് ആളുകളുടെ ജീവിത നിലവാരത്തെ എത്രത്തോളം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള സാമൂഹിക ശുശ്രൂഷ സംവിധാനമാണ്. ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക സഭയുടെ കുട്ടനാട്ടിലെ സാന്നിധ്യമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കുട്ടനാട് ഏരിയയുമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലെ ചെറിയ ആ വെള്ളപ്പൊക്കം മുതൽ തന്നെ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ചാസിന് ഇടപെടാനായിട്ട് കഴിഞ്ഞിരുന്നു. 16-ാം തീയതി വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ ആലപ്പുഴ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ ബഹുമാനപ്പെട്ട സേവരച്ചനെ വിളിക്കുക. കാരണം പിതാവ് 3 മണിക്ക് എന്നെ വിളിച്ചു പറയുന്നു, ഈ രൂപതകളിലേക്ക്, കൊല്ലത്തേക്കും ആലപ്പുഴയിലേക്കും ഒക്കെ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ വള്ളവുമായിട്ട് വന്ന് നമ്മുടെ ആളുകളെ സഹായിക്കാനായിട്ട് അവിടുത്തെ അച്ഛന്മാരോട് പറയണമെന്ന്. അങ്ങനെ വെളുപ്പിനെ 3 മണിക്കാണ് സേവരച്ചനെ വിളിക്കുക. 4-4:30 കൊല്ലത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ അച്ഛനെ ഞാൻ വിളിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ചതാണ് നമ്മളുടെ ഈ ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഈ പ്രളയത്തോടനുബന്ധിച്ച് വളരെയധികം വള്ളങ്ങൾ വിട്ട് എടത്തുവ മേഖലയിൽ, മുട്ടാറ്റിൽ, ചമ്പക്കുളത്ത്, പുളുങ്കുന്നിൽ, അതുപോലെ തന്നെ പള്ളാത്തുരുത്തി, കൈനകരി ഏരിയയിലൊക്കെ ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ വന്ന വള്ളങ്ങൾ വരികയുണ്ടായി. നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെതായ ആ മേഖല ഒന്ന് കഴിഞ്ഞു. അതിനുശേഷം ആവിഷ്കരിച്ച പദ്ധതികൾ കുട്ടനാടൻ ജനതയെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, വീട് പോയ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ജോലി സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അത് തന്നെയല്ല, അവർ ജീവിച്ചിരുന്ന അവരുടേതായ അവർ രൂപപ്പെടുത്തിയ ഒരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടുകൾ പോലും പ്രളയം ഏതാണ്ട് എടുത്തുകൊണ്ടുപോയ അവസ്ഥയുണ്ടായി. അവരെ അവരുടേതായ അവരാഗ്രഹിച്ചിരുന്ന ഒരു ചുറ്റുപാടിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ചാസിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും
നമ്മൾ ആളുകൾ 19-ാം തീയതിയോടുകൂടി വെള്ളം ഇറങ്ങുന്നു എന്നുള്ള ഒരു ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീടുകളിലും കഴിഞ്ഞിരുന്ന ആളുകൾ തിരിച്ചു വരാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. 20-ാം തീയതിയോടുകൂടി ആളുകൾ തിരിച്ചു വരാനായിട്ട് ആരംഭിച്ചു. വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്നു മുതൽ നമ്മൾ ആളുകളോടൊപ്പമുണ്ട് അവരുടെ പുനരധിവാസ പദ്ധതികളിൽ. ആദ്യം അവരുടെ വീടുകളും പരിസരങ്ങളുമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഉള്ള സാങ്കേതിക സഹായം കൊടുത്തു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ആളുകളെ മൊബിലൈസ് ചെയ്ത് വോളണ്ടിയേഴ്സിനെ നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. വീടും പരിസരങ്ങളുമൊക്കെ ക്ലീൻ ചെയ്യുന്നതിനും മറ്റും. ഇതിനുശേഷം ആളുകൾ തിരിച്ചെത്തിയപ്പോഴാണ് അവരുടെ വീട്ടിലെ മിക്കവാറും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എന്തിന് കഞ്ഞിയും കറിയും വെച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ പോലും ഉപയോഗശൂന്യമായി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അവരുടെ കൃഷി നശിച്ചതൊക്കെ നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ വീട്ടുപകരണങ്ങൾ നശിച്ചു, കിടക്കകൾ നശിച്ചു. അവരുടെ ഒരു മുറിക്കാത്തവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കാരണം വീടുകളിലൊക്കെ വിള്ളൽ വീണു, എപ്പോൾ വേണമെങ്കിലും അതൊക്കെ മറിഞ്ഞു വീഴാം. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിക്ക് നമ്മൾ ഫാദർ ജോസഫ് കളരിക്കൽ, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. എ എം ആന്റണി, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആരംഭത്തിൽ സർക്കാരിന് ഒരു മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് താങ്കൾ തന്നെ ഇതിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചു. ഒരു സർക്കാർ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു സർക്കാർ സംവിധാനം അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ പ്രളയത്തിന് ശേഷം 1 വർഷം തികയുമ്പോഴും പല ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോഴും സർക്കാരിൻ്റെ പല പ്രവർത്തന പദ്ധതികളും പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും ഉദ്യോഗസ്ഥർ മുഖേന എത്തിയിട്ടില്ല എന്നൊരു പരാതി കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതാണ്ട് ഒരു 10,000 രൂപയിൽ എല്ലാ സഹായങ്ങളും എല്ലാ സഹായ വാഗ്ദാനങ്ങളും സർക്കാർ അവിടെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. കുട്ടനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അതിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണെന്നുള്ള ആരോപണം ഇപ്പോഴും ഉയരുന്നുണ്ട്. കുട്ടനാട്ടിലെ ആളുകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഞങ്ങളുടെ ടീമിന് കിട്ടിയ ഒരു പ്രതികരണം തന്നെയാണത്. 3 ദിവസം കൊണ്ട് കേരളം മുഴുവൻ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു കഴിഞ്ഞ 2018 പ്രളയം. 3 വർഷമെടുത്താലും അതിൻ്റെ പുനരധിവാസം പൂർണ്ണമായും സാധ്യമാകത്തില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഉണ്ടായ ഒന്നാണ് പ്രളയം. ആ പ്രളയത്തെ നേരിടാനായിട്ട് സമയമെടുക്കും. എന്നിരുന്നാൽ പോലും സർക്കാർ ന്യായമായ പ്രവർത്തനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം പകച്ചു നിന്നെങ്കിലും അത് എല്ലാവരെയും കൂടെ ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും അർഹമായത് അർഹരെ കണ്ടെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് വെറുതെ കിട്ടിയാലും സ്വീകരിക്കണം, അർഹതപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും. ആ ഒരു പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥ അവകാശികളെ അല്ലെങ്കിൽ അർഹരെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത്. അല്ലാതെ സർക്കാർ അതിൽ എന്തെങ്കിലും അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇന്നുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. ഈ കുട്ടനാടിൻ്റെ ആളുകളിലേക്ക് തന്നെ നമുക്ക് പോകാം, അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. പ്രളയത്തിന് 1 വർഷം തികയുന്നു. എത്രത്തോളം അതിൻ്റെ പ്രളയത്തെ അതിജീവിക്കാനുള്ള സഹായ സഹകരണങ്ങൾ സർക്കാർ അടക്കമുള്ള ഏജൻസികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്? സ്നേഹമുള്ളവർ, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, വെള്ളപ്പൊക്കം കുട്ടനാട്ടിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് തന്നെ ഈ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ കർഷകരാണ്. പാടശേഖരങ്ങളിൽ ജോൺ സാർ പറഞ്ഞതുപോലെ 100-500 ഏക്കർ കൃഷി ചെയ്യുന്നവരാണ്. നിലങ്ങൾ തട്ടുനിരപ്പല്ല, താഴ്ച നിലങ്ങളിൽ ഞങ്ങൾ ആവശ്യത്തിന് വെള്ളം നിൽക്കും. പൊക്ക നിലത്തേക്ക് ഞങ്ങൾ അതിനിടയ്ക്ക് മുട്ടിട്ട് വെള്ളം തിരിച്ചു കയറ്റും. കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ ഇറക്കി വിടും. ഈ കേരളത്തിൽ തന്നെ ഇത്രയും ഡാമുകൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴാണ്. ഈ ഡാമുകൾ ഇത്രയും അധികമായി വെള്ളം കയറി നിറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഈ വെള്ളം കുറേശ്ശെ ഇറക്കി വിട്ടില്ല? ഈ വെള്ളമെല്ലാം കൂടി ഒന്നിച്ച് നിറച്ചു നിർത്തിച്ചുകൊണ്ട് ഇത് കരണ്ടാക്കി വിറ്റ് മറ്റ് സ്റ്റേറ്റിന് കൊടുത്ത് കാശ് മേടിക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒന്നിനും പറ്റാതെ വന്നപ്പം വലിച്ചു ഒറ്റ തുറക്ക വെച്ചു കൊടുത്തു. ഈ ഡാമിലെ വെള്ളമെല്ലാം കൂടെ വന്ന് കുട്ടനാട്ടിലോട്ട് കയറി, പെരയ്ക്കകത്തും പെരയുടെ മേളിലും എല്ലാം ഉരുണ്ട് കയറി. അപ്പോഴാണ് പയ്യെ ഉണർന്ന് ഒടിക്കോ എല്ലാവരും കൊട്ടയം പടിയെടുത്ത് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. ഇതല്ല ചെയ്യേണ്ടത്. ജനങ്ങളോട് ചെയ്യേണ്ടത് ജനങ്ങളുമായി ആലോചിച്ച് ചെയ്യണം. കുട്ടനാട്ടിലെ തന്നെ ഇപ്പം ഇവിടെ നെടുമുടി പഞ്ചായത്തിൽ തന്നെ 9 തോടുകൾ ഈ മണിമലയാറുമായി ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ 9 തോടുകൾ അടഞ്ഞുകിടക്കുകയാണ് വർഷങ്ങളായി. കുട്ടനാട്ടിൽ പഴയകാലത്ത് കൃഷി ചെയ്യുമ്പോൾ തോടുകൾ താത്തി ഈടുമാടികൾ പണിതുകൂത്തിയാണ് തോടുകൾ ചെയ്യുന്നത്. ഇന്ന് ആരും ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ കുട്ടനാട് പാക്കേജ് വന്ന് കൽക്കട്ട് വന്നപ്പോൾ ആരും തോട്ടിൽ നിന്ന് കട്ടയെടുക്കുന്നില്ല. തോടുകൾ അടഞ്ഞുകിടക്കുന്നു. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നതാണ് AC കനാൽ തുറക്കണം. കിടങ്ങര മുതൽ പള്ളാത്തുരുത്തി വരെ ഒരു പരിധി വരെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ടാന്ന് പറഞ്ഞു. അതും ചെയ്തിട്ടില്ല. പഴയ കാലത്ത് ഇട്ടിരുന്ന പാലങ്ങൾ പലതും അടഞ്ഞിരിക്കും, മുട്ടായി കിടക്കുന്നു. ഈ വെള്ളം ഉരുണ്ട് റോഡിലേക്ക് കയറുകയാണ്. ഇതൊക്കെ സർക്കാർ അറിയാൻ മേലാത്ത കാര്യമാണോ?
ഇപ്പോൾ തന്നെ സർക്കാർ പുതിയ പദ്ധതി കൊണ്ടുവരുന്നു. പള്ളാത്തുരം മുതൽ ചങ്ങനാശ്ശേരി വരെ ഓവർബ്രിഡ്ജ് പണിയാൻ പോകുന്നു. ആരാലോചിച്ചിട്ട് എന്ത് കണക്കൂട്ടിലാണ്? ഇത് ആർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഓവർബ്രിഡ്ജ് അല്ല അത്യാവശ്യം. AC കനാൽ തുറന്ന് വെള്ളം ഒഴിഞ്ഞു മാറാനുള്ള മാർഗം ആലോചിക്കുക. അതിനുശേഷം 9 സ്ഥലങ്ങൾ ഏറ്റവും കുട്ടനാട്ടിൽ പള്ളാത്തുരുത്ത് മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള താഴ്ന്ന സ്ഥലങ്ങളുണ്ട്, അവിടം പൊക്കുക. അതാണ് ചെയ്യേണ്ട ആവശ്യം. ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രളയത്തിൽ നമ്മൾ ദുരന്തരായത്. 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അന്ന് സ്വാതന്ത്ര്യപൂർണ്ണരായി നമ്മളെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലേക്കും ഓടുകയായിരുന്നു. കാരണം നമ്മൾ അതുവരെ നമ്മൾ ഒരു വീട്ടിലും പോകാതെ ആൾക്കാരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലാതെയും ഇരുന്ന് നമ്മൾ 10 ദിവസവും 15 ദിവസവും ഓരോ വീടുകളിൽ തേടിയിറങ്ങി. പക്ഷേ ആ ചങ്ങനാശ്ശേരിയിലുള്ള ആൾക്കാരും മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരും പറയുന്നുണ്ട്, ഒരു ദിവസത്തേക്കൊന്ന് വീട്ടിൽ വരാൻ പറഞ്ഞാൽ ആരും വരത്തില്ല. പക്ഷേ 10 ദിവസവും 15 ദിവസവും കുഞ്ഞുങ്ങളും അവരുടെ വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ ഓരോ വീടുകളിൽ അഭയം തേടി. എൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ എനിക്കറിയാം, നമ്മൾ എങ്ങോട്ടും തന്നെ പോകാറില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങളൊക്കെ വിളിക്കുമ്പോഴും പറയുമോ സമയമില്ല. 15 ദിവസമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടും 4 സ്ഥലത്തായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു സ്ഥലത്ത്, എൻ്റെ മൂത്ത കുഞ്ഞ് വേറൊരു സ്ഥലത്ത്, ഇളയ കുഞ്ഞ് വേറൊരു സ്ഥലത്ത്, ഞാനും എൻ്റെ മോളും വേറൊരു സ്ഥലത്ത്. പല വഴിക്കായിപ്പോയി. ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടി പോകുമ്പോൾ ഒരാളെ ഏൽപ്പിച്ച് വേറൊരിടത്തോട്ട് പോയി, ഒറ്റൊരാളെ ഏൽപ്പിച്ച് വേറൊരിടത്ത് പോയി. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സർക്കാർ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. കർഷകർക്ക് അതൊരു വലിയൊരു വിപത്തായിപ്പോയി. എങ്കിലും നമുക്ക് ഒത്തിരി തുണയായിട്ട് സർക്കാരിൽ ഇനിയും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാസിയിൽ നിന്നും മറ്റുള്ള ക്രൈസ്തവ ഓരോ പള്ളികളിൽ നിന്നാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ തന്നു കിട്ടിയവരുണ്ട്. അച്ഛൻ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് പേര് കിട്ടി എന്നുള്ള നിലയിൽ ജീവിച്ചു. ഇനിയൊരു പ്രളയം താങ്ങാൻ ഈ കുട്ടനാടിന് ശേഷിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണ്. എല്ലാവരും തൂണയിലാണ് വീട് പണിയാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ തന്നെ ജീവിക്കാൻ ആശയോടുകൂടി തന്നെയാണ് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യമെടുത്ത് ഈ വീടുകളൊക്കെ പണിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ നാശനഷ്ടങ്ങൾ? ഇടക്ക, പായ, ഉടുതുണി തുടങ്ങി പാത്രങ്ങൾ തുടങ്ങി എല്ലാം തന്നെ നഷ്ടമായതാണ് ഞങ്ങൾക്ക്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് സർക്കാർ ഭാഗത്തുനിന്ന് ശരിയായൊരു സഹായം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്സഹായോടെ നിൽക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ഒരു പരിധി വരെ സർക്കാർ സ്വജന പക്ഷപാതം ചെയ്തിട്ടുണ്ട് ഇതിൽ എന്നും കൂടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ സർക്കാരിൽ നിന്ന് അവഗണനയല്ലാതെ ഒരു വിധത്തിലൊരു പരിഗണന, ഒരു ആശ്വാസ വാക്കുകൊണ്ട് പോലും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രളയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ്റെ നിർമ്മിതിയും കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. 2, ഈ പ്രളയത്തിൽ സ്വയംകൃതമായിട്ട് സേവനം ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പ് കാണാൻ സാധിച്ചു. രാഷ്ട്രീയമായിട്ടോ സംഘടനാപരമായിട്ടോ ഒക്കെ നേതൃത്വത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ മേഖലകളിലൊക്കെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒത്തിരി നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളൊന്നും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ തലയെടുപ്പ് കാണുവാൻ ഈ പ്രളയത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രളയാനന്തരം അതിൻ്റെ നന്മകൾ കൊയ്യുന്നതിന് ഈ ആളുകളല്ല മറ്റനേകർ അതിൻ്റെ നന്മകൾ കൊയ്തു കൊണ്ടുപോകുന്നതും കാണാൻ സാധിച്ചു. ഇവിടെയൊക്കെ മനുഷ്യൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്. 2, ഈ പ്രവർത്തനങ്ങളിലെല്ലാം കുട്ടനാട് പൊതുവെ ക്രൈസ്തവ മുന്നേറ്റമുള്ള സ്ഥലമാണ്. എന്നാലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രിസ്ത്യൻ സാഹോദര്യത്തിൻ്റെ ഒരു വലിയ മുഖമുദ്ര ഈ വെള്ളപ്പൊക്കത്തിൽ കാണുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വെള്ളപ്പൊക്കം ഒരു സാഹോദര്യത്തിൻ്റെ അവസ്ഥയിലേക്ക്, കൂടുതൽ മനുഷ്യ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങളെ. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കുട്ടനാടിൻ്റെ കഴിഞ്ഞ പ്രളയവും ഇപ്പോഴുള്ള കുട്ടനാട് അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളും ചർച്ച ചെയ്യാം. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സർവസജ്ജരായി അർപ്പണബോധമുള്ള മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്നു. 24 മണിക്കൂറും തത്സമയ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമായി പരസ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വാർത്താ ചാനൽ. ചേർത്തു പിടിക്കാം നമുക്ക് ചങ്കുറപ്പോടെയുള്ള ഈ ചുവടുവയ്പ്പിനെ. കൈകോർക്കാം മഹത്തായ ഒരു ലക്ഷ്യത്തിനായി. ഷെഖൈന ടെലിവിഷൻ, Witness of Truth.
ഷെക്കേന ഇൻസൈറ്റിലേക്ക് ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. കുട്ടനാട് അനുഭവിച്ച പ്രളയത്തിൻ്റെ ഓർമ്മകൾ, അന്നത്തെ ആ പ്രളയത്തിൻ്റെ ഓർമ്മകൾക്ക് 1 വയസ്സ് തികയുമ്പോൾ ആ ഓർമ്മകൾ വീണ്ടും ആളുകൾ ഇവിടെ ഓർത്തെടുക്കുകയാണ്. എന്തായിരുന്നു അന്നത്തെ ആ ഒരു വലിയ അനുഭവം? വെള്ളം പൊങ്ങുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ, ഒരു വീടാണ് എൻ്റേത്. എനിക്ക് റോഡിലേക്ക് വരണമെങ്കിൽ കഴുത്തൊപ്പം വെള്ളത്തിൽ ഞാൻ നീന്തിയാണ് വന്നതെന്ന് വേണം പറയാൻ. പക്ഷേ ഞാൻ എൻ്റെ അയൽവക്കക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടുന്ന് നടന്നിട്ട് വെള്ളം എന്നെ കൊണ്ടുപോകുന്ന ഒരു ലക്ഷണത്തിലാണ് ഞാൻ പോകുന്നത്. അവിടുന്ന് അയൽവക്കക്കാരുടെ അടുക്ക ചെന്ന് പറഞ്ഞ് ഇനി ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും ആദ്യത്തെ ജൂലൈയിൽ നടന്ന വെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കണ്ടത്തിൻ്റെ സൈഡിലാണ് ഞാൻ. എന്നിട്ട് ഞാൻ അവിടുന്ന് നടന്ന് പ്രതീക്ഷയറ്റ നടന്ന്, ഒരു വഴിയില്ല, റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു വള്ളം പിടിച്ച് എനിക്ക് ആലപ്പുഴയിൽ വരെ എത്തണം. അയൽവക്കത്തെ വീട്ടിൽ പോകാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഉടനെ തന്നെ ഒരു വള്ളക്കാരനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങളെ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജൂലൈയിൽ പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഒരുമാതിരി എൻ്റെ വീടും മുഴുവൻ വെള്ളം കയറി നശിച്ചു. അതൊരു ലെവലായി വരുമ്പോൾ രണ്ടാമത്തെ വെള്ളം വന്നു. വെള്ളം വന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കായി പോയി. എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വെള്ളം വന്ന് കതക് അടിച്ച് തുറന്നിട്ട് പാത്രങ്ങൾ വരെ ഒലിച്ചുപോയി. ഇങ്ങേയറ്റം എനിക്ക് എല്ലാം എടുത്തു പറയേണ്ട കാര്യമില്ല. നഷ്ടപ്പെട്ടതിൽ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായവും കിട്ടാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ആ ഒരു വകുപ്പിൽ എന്തോ ഞാൻ 3 അപ്പീൽ കൊടുത്തു പിന്നെ പഞ്ചായത്തിലേക്ക്. എനിക്ക് ഇതുവരെ ഒരു സഹായം വന്നിട്ടില്ല. പക്ഷേ 10,000 രൂപ വന്നു. എങ്കിൽ പോലും എനിക്ക് കുറേ കാര്യങ്ങൾ, അതായത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു സഹായം കിട്ടാത്തപ്പോൾ ഞാൻ പലർക്കെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ജാൻസിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ ആവശ്യമല്ല നമ്മളിവിടെ നോക്കേണ്ടത്, എന്താ ഒരാൾ അത്യാവശ്യം എന്ത് നോക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ അത് പറയുന്നതുകൊണ്ട് ആരും എന്നോട് പിണക്കം വൈരാഗ്യം വരില്ല. ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മെമ്പർ എന്നൊരു വ്യക്തിയിൽ ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു എന്താണോ എന്നോടൊരു തിരസ്കരണം കാണിച്ചു. പിന്നെ അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജാൻസി വിഷമിക്കാതെ നമുക്കതിനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ 3-4 അപ്പീലൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്, ഞാൻ ഓരോരുത്തരോടും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു സഹായം എത്തിക്കാമെന്ന് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ. ഇപ്പം ഈ ഒരു അവസരത്തിൽ ചാസ് വന്നത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി. ആ ചാസിൽ ഞങ്ങൾ വലിയൊരു പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരിക്കലും ഒരു ദുഃഖം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അതിനോട് എത്ര സഹകരിക്കാനും തയ്യാറാണ്. ഞങ്ങൾ ജൂലൈ മാസത്തെ വെള്ളപ്പൊക്കം വന്നപ്പം തന്നെ ഞങ്ങളുടെ പരിസരത്ത് മുഴുവൻ വെള്ളമാണ്. ഞങ്ങൾ 6 മാസം വെള്ളത്തിൽ കിടക്കുന്നവരാണ്. ഞങ്ങൾ ഈ തുമ്പൂരം ഭാഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തർ അവരവൻ്റെ രക്ഷ നോക്കി എല്ലാവരും അങ്ങ് പോയി. എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, 6 മാസമായ മോൻ്റെ കൊച്ചുണ്ടായിരുന്നു. അവരെ ഞാൻ നേരത്തെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ ഇത്രയും വെള്ളത്തിലാണ് നീന്തി സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു മമ്മി ഇവിടെ നിന്നാൽ പറ്റത്തില്ല, നമുക്ക് പോകാം. എനിക്ക് അവനിടെ ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ നീന്തിപ്പോയത്. ഒരു രാഷ്ട്രീയക്കാരെ കണ്ടില്ല, ഒരു സംഘടനക്കാരെ ഞങ്ങളാരും കണ്ടില്ല. ഇവിടുന്ന് ഞങ്ങൾ കൊപ്പാറക്കടവ് വരെ ഈ വെള്ളത്തിൽ നീന്തി. ഒരു മനുഷ്യന് സഹായത്തിലില്ലായിരുന്നു. പിന്നെ ഇവരെല്ലാം ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ പരിസരത്ത് 10,000 രൂപ പോലും കിട്ടാത്തവരുണ്ട്. ഈ പരിസരത്തിരിക്കുന്നവർ ഞങ്ങളുടെ സർക്കാരിൻ്റെ സഹായം. പിന്നെ ഇവിടെ പഞ്ചായത്തിൽ ഒത്തിരി സാധനങ്ങളൊക്കെ വന്നു. അതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അവർ കൊടുത്തു. പിന്നെ 5 കിലോ പച്ചരിയും അങ്ങനെ കുറേ സാധനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളും ഒക്കെ വന്നവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൊടുത്തു. ഒറ്റ പാത്രം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ പാത്രങ്ങളില്ല, അലമാരിക്കകത്തിരുന്ന തുണികളും യാതൊന്നുമില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങൾ ജീവിക്കണമെന്ന് പോലും മുന്നോട്ട് പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നത്. വന്നപ്പോഴത്തേക്കും തുണികൾ മുഴുവൻ പോയി, പാത്രങ്ങൾ പോയി, ഞങ്ങളുടെ വീട്ടിലിരുന്ന സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയി. പിന്നെ കിട്ടിയത് ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു കിറ്റെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. പിന്നെ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് തന്ന സാധനമൊക്കെ ഞങ്ങൾ മുകളിൽ കയറ്റി സുരക്ഷിതമായിട്ട് വെച്ചിരുന്നത് കൊണ്ട് വന്നപ്പം ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റി. എൻ്റെ പേര് CT തോമസ്. ഞാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചമ്പക്കുളം ഫൊറോന പ്രസിഡൻ്റാണ്. എനിക്ക് പഴയ കുട്ടനാടിനെക്കുറിച്ചും ഇന്നത്തെ കുട്ടനാടിനെക്കുറിച്ചും ഭാവി കുട്ടനാടിനെക്കുറിച്ചും പറയാനുണ്ട്, സമയമില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. കുട്ടനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാണ്ടിൽ ഒരു 2 പ്രാവശ്യം 10-15 ദിവസം വെള്ളം
നമ്മുടെ പറമ്പിലും പാടത്തുമൊക്കെ കയറും, കുറേ നശിക്കും, സർക്കാർ എന്തെങ്കിലും നക്കാപ്പിച്ച് തരും, അതുകൊണ്ട് തൃപ്തിപ്പെടും. അടുത്ത വർഷവും ഇത് വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഉടനെ വരൾച്ചയാണ് വരുന്നത്. അപ്പം വെള്ളമില്ല, പൈപ്പിലൂടെ ഉടനെ തന്നെ വള്ളത്തേലും വണ്ടിയിലും വെള്ളം കൊണ്ടുവരും, കുടം കൊണ്ടുവെക്കും, വെള്ളം കിട്ടും. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ ഈ നാടാണ് ഈ നടക്കുന്നത്. അതേസമയം ഈ കുട്ടനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം, അതായത് കഴിഞ്ഞ ഉണ്ടായ വെള്ളപ്പൊക്കം സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് മുമ്പേ പറഞ്ഞ കണക്കെ ഈ ഒരു ഡാം പൊട്ടുക എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് അത് പൊട്ടി, അതിൻ്റെ മുന്നിലുള്ളവരെല്ലാം നശിച്ചു പോകും. സുനാമി വന്നു, അതിൻ്റെ മുന്നിലുള്ളവരെല്ലാം നശിച്ചു പോകും. അഗ്നിപർവ്വതം പൊട്ടി, അതിൻ്റെ മുന്നിലുള്ളവരും എല്ലാം ആ ലാവായിൽ ഒഴിച്ചു പോകും. അതൊക്കെ അടിയന്തര ഘട്ടമാണ്. എന്നാൽ ഈ ഡാമുകൾ 34 എണ്ണം തുറന്നു വിട്ട സമയം നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിരിക്കുന്നു. ഫുട്ബോൾ കളിക്കുന്നത് പോലെ, ഫുട്ബോൾ കളിക്കുമ്പോൾ അതിൻ്റെ സ്കോർ പറയുന്നത് പോലെ കമൻട്രിക്കാരൻ പറയുന്നു, ചാണ്ടിയുടെ കയ്യിൽ നിന്ന് മത്തായിയുടെ ഇടയിൽ പോയി, മത്തായി യോഹന്നാൻ്റെ ഇടയിൽ പോയി, അപ്പുറേ പോയി ഇപ്പറേ പോയി അടിച്ച് ഔട്ട്, ഗോൾ അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ അവതരിക്കുന്നത്. എന്തു തുറക്കണം, എപ്പം തുറക്കണം, മന്ത്രിമാർ തമ്മിൽ കടിപിടിയാണ്, ഉദ്യോഗസ്ഥന്മാർ തമ്മിടിപിടിയാണ്. അങ്ങനെ 34 ഡാം ഒന്നിച്ചു തുറന്നു. നമ്മൾ എന്തു ചെയ്യും? വെള്ളം ഇങ്ങോട്ട് ഇരച്ച് കയറി വന്നു, നമ്മുടെ കഴുത്തറ്റം മുങ്ങി. അപ്പോൾ ഈ സമയത്ത് സംഘടനകളെ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ കാര്യമൊന്നുമില്ല. ഈ സമയത്ത് ആ സംഘടനകൾ സഹായിക്കേണ്ടത്, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ ഇതിന് മുന്നിൽ നിൽക്കണം. തിന്നു നല്ലത്. ഗവൺമെൻറ് ഇത് കണ്ടുകൊണ്ട് പുറകെ വന്നു, മറ്റുള്ളവരും വന്നു, ഒത്തിരി സഹായിച്ചു, നഷ്ടപ്പെട്ടു. ഇപ്പം കൃഷിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാനൊരു കൃഷിക്കാരനാണ്, 50 വർഷമായിട്ട് കാർഷിക രംഗത്തുള്ളതാണ്, 10 ഏക്കർ കൃഷിയുള്ളവനാണ്. എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. പക്ഷേ പല ആനുകൂല്യം കിട്ടിയപ്പോൾ എനിക്കതെല്ലാം മേക്കപ്പ് ചെയ്തു കേട്ടോ, ആ കാര്യത്തിൽ ഒന്നുമില്ല. പിന്നെ പെരയെല്ലാം നന്നാക്കിയപ്പം ക്ലീൻ ചെയ്തതിൻ്റെ ആ തുക എനിക്ക് കിട്ടി, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ 20,000 അപേക്ഷ താലൂക്ക് ഓഫീസിൽ കിടപ്പുണ്ട്, ധനസഹായം കിട്ടേണ്ട അപേക്ഷകൾ. ഭവനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ കൊടുക്കാവുന്ന സഹായങ്ങൾ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ലോകം മുഴുവൻ നടന്ന് പിരിവ് നടത്തിയിട്ട് നേർപകുതി പോലും വിതരണം നടത്തിയിട്ടില്ല. ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അർഹതയായിട്ടുള്ളവർക്ക് കൊടുക്കാൻ ഇന്നുവരെ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ആ മെമ്പർ പറഞ്ഞതുപോലെ അർഹതയില്ലാത്തവർക്ക് 2 പ്രാവശ്യം അപേക്ഷ വെച്ച് കൊടുത്താൽ കാശ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അത്തരം വേദനകൾ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അധികാരികൾ ഇത്തരം വേദനകൾ, ആളുകളുടെ വേദനകൾ കൃത്യമായ നിലയിൽ തന്നെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് തന്നെ നമ്മൾ കരുതുകയും ചെയ്യുന്നു. സുഹൃത്തെ, എനിക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട ജോസ് ചാൻ പറഞ്ഞതുപോലെ 2018 ഓഗസ്റ്റ് മാസം കഴിഞ്ഞു. ഇനി 2019 ഓഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു, ഏതാണ്ട് അതിൻ്റെ അടുത്തായി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആശങ്കയുടെ വക്കിലാണ്. ഞാൻ മുട്ടാറ്റിൽ നിന്ന് വന്നതാണ്. ഇന്നത് രാവിലെ ഉണ്ടായ കൊടുങ്കാറ്റും ഒപ്പം മഴയും, വിത്തിൻ 48 hours മുട്ടാറ് മുങ്ങും. ഈ ഒരു വർഷം നിങ്ങളുടെ സബ്ജക്റ്റും അത് തന്നെ. ഈ ഒരു വർഷം എന്താണ് ഇവിടെ പലതും ജീവകാരുണ്യം, നമ്മളെല്ലാം കുട്ടനാട്ടുകാർ ജീവകാരുണ്യം കഴിക്കുക. എവിടെ പോയി നമ്മുടെ കുട്ടനാട്ടിലെ ക്രെഡിബിലിറ്റി, അന്തസ്സ്? പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാർ, നിങ്ങളുടെ പുത്രനോ പുത്രിയോ അന്തസ്സായ ഒരു വിവാഹം നടത്താമെന്ന് തോന്നുന്നുണ്ടോ? നടക്കുകയില്ല. അതുപോലെ നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു. അത് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടാക്കിയെടുത്ത സാംസ്കാരിക സാമ്പത്തിക ആ ഒരു അടിത്തറയാണ്, അത് ഇളകിപ്പോയി. ഇനി ചെയ്യേണ്ടത്, ഇതിന് പരിഹാരമാർഗം പോസ്റ്റ്മോർട്ടമല്ല വേണ്ടത്, പരിഹാരമാർഗങ്ങൾ. കുട്ടനാട് എന്നും ഇങ്ങനെ ജീവകാരുണ്യത്തിൽ കിടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് പലായനം ചെയ്യപ്പെടും. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ ഒരു നിയോജക മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടിയോ, ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ, അല്ലെ സാമുദായിക സംഘടനകളുടെ നേതാക്കളെയോ അധ്യക്ഷന്മാരെയോ ഉണ്ടാക്കാൻ വേണ്ടിയോ ഞങ്ങൾ ബലിവസ്തുക്കളാകാൻ പറ്റില്ല. ഇനി ഞങ്ങൾ മക്കളെ വെച്ച് ബലിവസ്തുക്കളാകാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി സ്കീമിൽ ബന്ധപ്പെട്ട ചില കേസുകെട്ടാണ്. കാരണം ഈ സീസണിൽ വേണേലും കഴിഞ്ഞ സീസണിലാണെങ്കിലും ഗവൺമെൻറ് വിത്ത് 40 കിലോയോളം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൃഷിക്കാർക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ യൂണിറ്റിൽ തന്നെ ഈ ഒരു 30 കിലോ ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ 30 കിലോയ്ക്കകത്ത് ഒരു 50 എണ്ണം വരിയോളം, അതായത് കൃഷിക്കാർ ആഗ്രഹിക്കാത്ത വരി ഇതിനകത്തുനിന്ന് മാറിക്കിട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ കവട വിത്ത്, ഇതൊക്കെയാണോ ഈ രീതിയിൽ കൃഷിക്കാർക്ക് പിന്നെ സംഭാവനയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിത്ത് കൊടുക്കുന്നത്? അതിന് പകരമായിട്ട് ഇതൊന്നും ചെയ്യാതെ ആ സബ്സിഡി, ഉള്ള സബ്സിഡിയും കൂടെ കൊടുത്ത് ഇത് ആ നേരെ കൊണ്ടുപോകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ ജോസഫ് കളരിക്കയിലേക്ക് വന്നാൽ ഇവർ പറയുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഒരു അന്തസ്സായ ഒരു ജീവിതം അവർക്ക് ഇനിയും വേണം. കാരണം ഒരു വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ മറ്റ് ദുരന്തങ്ങൾ വരുന്നു, എവിടെയെങ്കിലും തുറന്നു വരുന്ന ഒരു ഡാമിൻ്റെ പേരിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു ആളുകളായി ഇവർ മാറിയിരിക്കുന്നു. ശരിയാണ് പറയുന്നത്, അന്തസ്സായ ഒരു കല്യാണ ആലോചന പോലും വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ ഒരു സാഹചര്യം എന്നും ആർക്കെങ്കിലും മുമ്പിൽ എന്തെങ്കിലും തരണേ എന്ന് യാചിക്കേണ്ടി വരുന്ന, നിർബന്ധിതരാക്കേണ്ടി വരുന്ന, സ്വയം യാചിക്കേണ്ട അവസ്ഥ സ്വയമായി ഉണ്ടാക്കുകയല്ല, നിർബന്ധിതരാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. എന്താണ് ഒരു ശാശ്വതമായ പരിഹാര മാർഗം? കുട്ടനാട് എന്താണ് ആഗ്രഹിക്കുന്നത്?
ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും കുട്ടനാട്ടുകാരാണ്, ഞാൻ ഉൾപ്പെടെ. ഇവിടെ അവസാനം സംസാരിച്ച സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ അഭിമാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു കുട്ടനാട്ടിലെ സമൂഹം. പക്ഷേ ഈ ദുരിതങ്ങൾക്ക് ശേഷം നമുക്ക് ഇന്ന് അഭിമാനം കൈവിടിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. നമ്മൾ ഇപ്പോഴും നമ്മളുടെ ഈ പരിമിതികളെക്കുറിച്ച് നമ്മളിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ജോസിയേട്ടൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇനി എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. കുട്ടനാടിൻ്റെ ഒരു വികസനമാണ്, പക്വമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു വികസന പ്രക്രിയയിലൂടെ മാത്രമേ കുട്ടനാട് രക്ഷിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇവിടെ വികസനമുണ്ടാകണം, ഇവിടെ റോഡുകളും പാലങ്ങളും ഉണ്ടാകണം. പക്ഷേ ഇവിടുത്തെ ആറുകളും തോടുകളും ഒഴുകണം, ഇവിടെ കൃഷി ഉണ്ടാകണം. നമുക്ക് കുട്ടനാട് പാക്കേജ് ഉണ്ടായിരുന്നു, ആ പാക്കേജിൻ്റെ സ്ഥിതി എന്തായി? പുതിയ പാക്കേജുകൾ വരുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ നടപ്പാക്കുന്ന പദ്ധതികളൊക്കെ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ആണ് അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇവിടുത്തുകാരായിട്ടുള്ള ഈ നാട്ടുകാരുടെ ആശങ്കകൾ, അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ട് എന്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് നമ്മളുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഇനി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടാൽ തന്നെ ഇഫക്റ്റീവായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളുടെ തോടുകളെ മറന്നുകൊണ്ട്, നമ്മുടെ ആറുകളെ മറന്നുകൊണ്ട്, നമ്മളുടെ നെൽപ്പാടങ്ങളെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു വികസനം നമ്മളുടെ ഭരണകൂടങ്ങൾ കുട്ടനാടിന് വേണ്ടി വികസന പ്രക്രിയ തയ്യാറാക്കുക? ഇവിടെ സന്തുലിതമായിട്ടുള്ളൊരു വികസനം വേണം, അല്ലാതെ പരിസ്ഥിതിയുടെ പേരിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. ഇവിടെ കൃഷി ഉണ്ടാകണം, ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ വീട് വയ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാകാനായിട്ടാവില്ല. ഇതെല്ലാം സന്തുലിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഭരണകൂടങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി കുട്ടനാട്ടുകാരായിട്ടുള്ള നമുക്ക് കുട്ടനാടിനെക്കുറിച്ച് വളരെ ആരോഗ്യപരമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നുന്നു. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഫാദർ എബ്രഹാം കാടാത്തുകളം, അങ്ങ് ഇവിടുത്തെ ഒരു വികാരിയാണ്, ഈ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. ഒരു സമൂഹം പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു സമൂഹം ആ സമൂഹത്തിന് വേണ്ടി തന്നെ ഉണർന്നെഴുന്നേൽക്കുന്നില്ലെങ്കിൽ ആരും അവർക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കാൻ ഉണ്ടാവില്ല. മറ്റ് സംഘടനാ സംവിധാനങ്ങളോ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഈ കുട്ടനാട്ടിലെ ഓരോ ആളുകളുടെയും മനസ്സ് അങ്ങേക്ക് അറിവുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഈ ഇടവകയിൽ എത്തുന്നുണ്ട്. എന്താണ് ഈ കുട്ടനാട്ടുകാർക്ക് വേണ്ടത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രളയം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അടിയന്തരമായ ആവശ്യമായിരിക്കുകയാണ്. ഒരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ വെള്ളം കടലിലേക്ക് വഹിച്ചെടുക്കുന്ന സ്പിൽവേ അതിൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ മണ്ണ് മുഴുവനായിട്ട് നീക്കം ചെയ്തോ എനിക്ക് സംശയമാണ്. തണ്ണീർമുക്കം മണ്ണിനെ പറ്റി പറയുന്നു, അതിപ്പോഴും മണ്ണ് മാറ്റിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഇവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഞാനും ഇവിടുന്ന് ഓടിപ്പോയ ആളാണ്. 6.5 മണിക്കൂറാണ് ഞാൻ ഈ ചമ്പക്കുളത്തുനിന്ന് ചങ്ങനാശ്ശേരി എത്താൻ വേണ്ടി വ്യയം ചെയ്തത്. വെള്ളപ്പൊക്കാലത്തെ ദുരിതമാണ്. അതിൻ്റെ സ്ഥാനത്ത് എന്താണ് സ്പീഡായിട്ട് ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതും ഉത്കണ്ഠാജനകമായിട്ട് ഇന്ന് നിൽക്കുകയാണ്, 1 വർഷം പിന്നിട്ടിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ ജനത്തിൻ്റെതായ ജീവിതത്തിൻ്റെ സുസ്ഥിതി, ഇതിനൊക്കെ കാതലായ ഒരു ആലോചനയും കർമ്മനിരതമായൊരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് ബന്ധപ്പെടേണ്ട ആളുകൾ, ചർച്ച ചെയ്യേണ്ട ആളുകൾ, പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്ന ഈ ഭൂമിയിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവിടെയും കൂടെ അറിവോടുകൂടി വേണം ഇതിൻ്റെ ദുരിതവശങ്ങളിൽ നിന്ന് കരകയറാനുള്ളതായ ഒരു സംവിധാനം അടക്കേണ്ടതാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. എങ്കിൽ മാത്രമേ ദുരിതമനുഭവിച്ച ആളുകൾക്ക് ആ രക്ഷാമാർഗം എത്തുവാനായിട്ടുള്ളതായ സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരെല്ലാം എന്തെല്ലാം ചെയ്താലും സന്നദ്ധ സംഘടനകൾ ചെയ്തു, അതുപോലെ മതസമൂഹങ്ങൾ ചെയ്തു. ഏറ്റവും അധികമായിട്ട് പ്രശംസാരൂപത്തിൽ പറയേണ്ടത് ആ മത്സ്യത്തൊഴിലാളികളെയാണ്. ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് അവർ ഈ നാട്ടിലെ ആളുകൾ രക്ഷിക്കാൻ, ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ വേണ്ടി അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുകയാണ് ചെയ്തു. അപ്പോൾ അവരെത്രമാത്രം പ്രശംസിച്ചാൽ മതിയാകും. എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ വെള്ളപ്പൊക്കം ആവർത്തിക്കാതിരിക്കാം. എങ്കിലും നമ്മൾ കരുതലുള്ളവരായിട്ട് മാറണം.
അതിനുവേണ്ടി വിദഗ്ധമായൊരു പഠനം ഓരോ രംഗത്തും ഈ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത്, ആരോഗ്യരംഗത്ത്, കുടിവെള്ള രംഗത്ത്, ഈ മാതിരി ഓരോ രംഗങ്ങളും പ്രത്യേകമായിട്ട് എടുത്തിട്ട് അതിന് വേണ്ടതായൊരു കർമ്മപദ്ധതി അത് ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തി അത് ആവിഷ്കരിക്കുവാനായിട്ട് ഇനി ഒട്ടും കാലവെള്ളം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ അധ്യാപകർ സ്കൂളുകളിലേക്ക് രക്ഷാ ക്യാമ്പുകളാക്കി കാര്യങ്ങളായി മുമ്പോട്ട് പോകുന്നു. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം അവർക്ക് ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളെ ഒരേ സമയം അഭിമുഖീകരിച്ചവരാണ് അധ്യാപകർ ഈ ജലപ്രളയത്തിൽ. എന്താണ് ഒരു കുട്ടനാട്ടൻ അധ്യാപകൻ എന്ന നിലയിൽ ആ ജലപ്രളയത്തെ നോക്കിക്കാണുന്നത്? വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഏത് രീതിയിൽ ഒരു കുട്ടനാടിൻ്റെ പുനർനിർമ്മാണത്തിലേക്കാണ് കടന്നു പോകേണ്ടത്? ഈ ഇരിക്കുന്നവരിൽ നിന്നും വിഭിന്നമായ പ്രളയ അനുഭവമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയട്ടെ, 10-ാം തീയതി നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ഉച്ചയോടുകൂടി കളക്ടറുടെ ഇമെയിൽ സന്ദേശം കണ്ടതനുസരിച്ച് 3 മണിയായപ്പോൾ ഞാൻ കുട്ടികളെ പറഞ്ഞ് വീടുകളിലേക്ക് സുരക്ഷിതരായിട്ട് പറഞ്ഞയച്ച ശേഷം 3:30 ആയപ്പോൾ ഇവിടുന്ന് നേരെയുള്ള വഴിയെ വരാൻ സാധിക്കാതെ പോകുന്നു. പടഹാരം കടത്തുവഴി ചങ്ങാടം കടന്നാണ് വന്നുകൊണ്ടിരുന്നത്. തിരിച്ച് ആ വഴി തന്നെ പോകുമ്പോൾ ചങ്ങാടത്തിലെ ജോലിക്കാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു. രാവിലെ പോരുമ്പോൾ 1 മണിക്കൂർ മുമ്പുള്ള വാട്ടർ ലെവൽ അവർ ആ തൂണയിൽ കാണിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടായ 1.5 അടി വെള്ളം ഉയർന്നതായിട്ടാണ് കാണുക. പിറന്ന മണ്ണിട്ടേച്ച് പോവുക എന്ന് പറയുന്നത് ഒരു വൈകാരിക വേദന തന്നെയാണ്. ആ വേദന പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുക. ഇപ്പോഴും മുട്ടാറെന്ന് കേൾക്കുന്നത്, പിന്നെ ഈ കുട്ടനാട്ടിലെ ചമ്പക്കുളത്ത് വരാൻ പറ്റുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് തുടരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തന്നെ ആ 10-ാം തീയതി തന്നെ ചങ്ങാടത്തിൽ വെച്ച് തന്നെ തീരുമാനം എടുക്കുന്നു, ഇന്ന് തന്നെ ഷിഫ്റ്റിംഗ് നടത്തിയേക്കാം. പ്രായമായ അമ്മയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ ഏറെയേറെ ബുദ്ധിമുട്ടുകൾ. എൻ്റെ വീടിരിക്കുന്ന പ്രദേശം ഒത്തിരി താഴ്ന്ന സ്ഥലം കൂടിയായിരുന്നു. അന്ന് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് ആ ഡ്രൈവിങ്ങിനിടയിൽ വണ്ടിക്കാരെ പിക്കപ്പ് ആന് 2 എണ്ണം വിളിച്ചു. അന്ന് തന്നെ കിട്ടിയ സാധനം പെറുക്കിക്കൊണ്ട് പോകുന്നു. വണ്ടി ഉൾപ്പെടെ കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ട് നമുക്കറിയാം, ചാസുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ സാർ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇവരോടൊപ്പം പങ്കാളിയാവാനും കൺകുളിർക്കെ ഈ നമ്മുടെ സഭയുടെ നേതൃത്വം, കന്യാസ്ത്രീകളും വൈദികർ ലോഹ മാറ്റി വെച്ചിട്ട് തനത് വേഷത്തിലല്ലാതെ അവർക്ക് ഐഡൻറ്റിറ്റി ഒന്നും വേണ്ട, നമ്മളാ ചെയ്തതെന്നൊന്നും അവർക്ക് ആരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ ബിഷപ്പുമാരുടെ സാന്നിധ്യത്തോടുകൂടി ഒക്കെ നടത്തിയത് ഒട്ടേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും അഭിനന്ദനാർഹവുമാണ്. അതൊക്കെ നമുക്ക് തുണയായിരുന്നു. ഈ പ്രളയത്തിലും ശേഷവും നമുക്ക് കുട്ടനാട്ടിലെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം ഒട്ടും പിന്നോക്കമായിരുന്നില്ല എന്നോട് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്തെ മികച്ച വിദ്യാഭ്യാസ ജില്ല SSLCയിലെ 1-ാം സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് വന്നത് എന്നുള്ളത്, അതിൽ ചമ്പക്കുളം സെന്റ് മേരീസും മുട്ടാറും ഒക്കെ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ ജില്ല 1-ാം സ്ഥാനത്ത് വന്നതെന്നും പറയട്ടെ. സ്വാമിനാഥൻ കമ്മിറ്റിയും ഒക്കെ വന്നപ്പോൾ അതിലെ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ ഒട്ടേറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ച് ഇപ്പോഴും പഴയ അവസ്ഥ തന്നെ തുടരുന്നതിൽ ഒത്തിരി വേദനിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് നാട് വിടേണ്ടി വന്നത് എന്നുകൂടെ പറയാനായിട്ട്. തീർച്ചയായും നാട് വിട്ട് പോകേണ്ടി വരുമ്പോഴും കുട്ടനാട് എന്ന വികാരം ഹൃദയത്തിലേറ്റുന്നവരാണ് എല്ലാവരും തന്നെ. ഒപ്പം തന്നെ പ്രളയത്തെ അതിജീവിച്ചതാണ് നമ്മുടെ ഓരോ മനസ്സുകളും എന്നതിൻ്റെ തെളിവായിരുന്നു ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. ഒപ്പം വലിയ ഒരു വിളവ് തന്ന് കുട്ടനാടിൻ്റെ മണ്ണ് കുട്ടനാടിനെ അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു വർഷം കൂടിയായിരുന്നു എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നത്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സർവസജ്ജരായി അർപ്പണബോധമുള്ള മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്നു. 24 മണിക്കൂറും തത്സമയ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമായി പരസ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വാർത്താ ചാനൽ. ചേർത്തു പിടിക്കാം നമുക്ക് ചങ്കുറപ്പോടെയുള്ള ഈ ചുവടുവയ്പ്പിനെ. കൈകോർക്കാം മഹത്തായ ഒരു ലക്ഷ്യത്തിനായി. ഷെഖൈന ടെലിവിഷൻ, വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് തിരികെ എത്തുകയാണ്. കുട്ടനാട് ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ അടുത്ത 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. ശ്രീ ആന്റണി സാർ, നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഇവരിൽ പലരും ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കൊരു 10,000 രൂപയുടെ കവിഞ്ഞുള്ള ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. റോഡുകളടക്കം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ
നിലയ്ക്കപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങളിലും എത്തിക്കേണ്ട രീതി, താങ്കളൊരു വില്ലേജ് ഓഫീസറാണ്, അടിസ്ഥാനപരമായി ആളുകളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുകയും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഓഫീസ് കൂടിയാണ് അവിടെ. ഇത്തരം ചില ചുവപ്പ് നാടകൾ ഇപ്പോഴും അഴിയാതെ കിടപ്പുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാനത്തിനാകെ നഷ്ടം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്, തുടർ നഷ്ടങ്ങൾ കൂടാതെ കണക്കാക്കപ്പെട്ടിരിക്കുന്ന നഷ്ടം 40,000 കോടിയിലധികം രൂപയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, ഔദ്യോഗിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടന്ന ആളുകളുടെ എണ്ണം 14 ലക്ഷത്തിലധികമാണ്. വീടുകളിൽ മാറ്റി പാർപ്പിക്കപ്പെട്ടിരുന്ന ആളുകളുടെ എണ്ണം 7 ലക്ഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ 20% ആളുകളും, കേരളത്തിലെ ജനസംഖ്യയുടെ 20% ആളുകളും സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഇത് സംഭവിച്ചത് ഒരാഴ്ച കൊണ്ടാണ്. ഇത് മാറ്റിയെടുക്കാനായിട്ട് സർക്കാർ എത്ര ശ്രമിച്ചാലും, എത്ര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള സർക്കാരിനും അതിന് ടൈം എടുക്കും. ആ ഒരു സമയത്തിൻ്റെ വീഴ്ച മാത്രമേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. പ്രഥമ ദൃഷ്ട്യാ കാണുന്ന നഷ്ടങ്ങൾക്കുള്ള സഹായങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിതരണത്തിൽ ആരെങ്കിലും ബോധപൂർവമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? ഔദ്യോഗിക തലത്തിൽ നിന്നുണ്ടാകുന്നില്ല, പ്രാദേശിക തലത്തിൽ ഉണ്ടാവാതിരിക്കാം. പക്ഷേ അവിടെ ഒരു കൃത്യതയോടുകൂടി ചെയ്യുന്ന നേതൃത്വങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടെങ്കിൽ കൃത്യമായി സഹായങ്ങൾ എത്തും എന്നുള്ളതിന് ഒരു അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് അവിടുത്തെ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അത്തരമൊരു അനുഭവങ്ങളുടെ ഒരു ആകത്തുക ഒരു പുസ്തകമാക്കി താങ്കൾ എഴുതിയിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ മാത്രമല്ല, ചങ്ങനാശ്ശേരിയിലെ ആൾക്കാർ നല്ലവരായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുന്ന് ഏകദേശം 60,000-ഓളം ആളുകളെയാണ് അവിടുത്തെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചത്. അതുകൂടാതെ 20,000-ഓളം ആളുകളെ അവിടെ വീടുകളിൽ താമസിപ്പിച്ചു. ഇത് ക്രോഡീകരിക്കുന്നതിന് ആ നല്ല മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു സാധാരണ കുട്ടനാട്ടുകാരനായിട്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം അവിടുത്തെ എല്ലാ സമുദായങ്ങളും ഇതിലെ നേതൃത്വവും എന്നോട് ഒത്തിരിയേറെ സഹകരിച്ചു. അവരുടെ അനുഗ്രഹങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായി. അവരുടെ ഓർമ്മകളെല്ലാം കൂടിയാണ് ഒന്ന് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഫാദർ ജോസഫ് കളറിക്കൽ, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം ഭക്ഷ്യോൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കുട്ടനാടിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല? കുട്ടനാട് എന്ന പേരിൽ ഒരു അരിയോ അല്ലെങ്കിൽ കുട്ടനാട് എന്ന പേരിൽ മറ്റേതെങ്കിലും മത്സ്യവിഭവമോ അങ്ങനെയുള്ള പല പല സാധ്യതകൾ കിടപ്പുണ്ട്. ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണ്ടേ? ഭൗമസൂചികതയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഏലക്ക അടക്കമുള്ള കാര്യങ്ങൾ ഹൈറേഞ്ച് മേഖല കൊണ്ടു നടക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റെടുക്കാൻ ഒരു പ്രാപ്തമായ ഒരു ചട്ടക്കൂട് ചാസിനില്ലേ? അത്തരം കാര്യങ്ങളിലേക്ക് ചാസ് എന്തുകൊണ്ട് കടക്കുന്നില്ല? കുട്ടനാടിന് ഒരു ബ്രാൻഡ് ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു ബ്രാൻഡ് നെയിം ഇല്ലാതെ അരി വന്നാൽ അത് കുട്ടനാട്ടിലെ അരിയാണ് എന്ന് ആളുകൾക്കറിയാമായിരുന്നു. കാരണം കുട്ടനാട് അറിയപ്പെട്ടിരുന്നത് ഈ കേരളത്തിൻ്റെ നെല്ലറ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് കുട്ടനാട്ടുകാർ പോലും കുട്ടനാട്ടിൽ നെല്ല് പുഴുങ്ങിക്കൊത്തി അരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി എന്ന് പറയുക. അവിടെയാണ് അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പൊതു മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഓർക്കണം, ഇന്നിവിടെ കൃഷി ചെയ്യുന്ന ആളുകൾ പോലും തങ്ങളുടെ നെല്ല് പുഴുങ്ങിക്കുത്തി ഉപയോഗിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പിന്മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ജോസിയേട്ടനെ പോലുള്ള ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും കൂടുതൽ കൃത്യതയോടുകൂടി പറയാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോസ് വെങ്ങാന്തറ, താങ്കളൊരു കർഷകനാണ്. പക്ഷേ ഒരു കർഷകൻ മാത്രമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവൻ്റെ ഉൽപ്പന്നങ്ങൾ ആ പ്രാഥമികമായ അവസ്ഥയിൽ അതിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് കിട്ടില്ല. പക്ഷേ അതിനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി ഒരു കുട്ടനാട് ബ്രാൻഡായി അതിൻ്റെ നെയിം മാറുകയാണെങ്കിൽ, ഇപ്പോൾ അടാട്ട് അരി എന്നൊക്കെ പറയുന്നത് അടാട്ട് മേഖലയിൽ കൃഷി ചെയ്യുന്നു, പക്ഷേ അതിന് വലിയ മാർക്കറ്റ് കിട്ടുന്നു, അതിന് വലിയ വില കിട്ടുന്നു. ആ രീതിയിലേക്ക് ഒരു സംവിധാനത്തെ ആളുകളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് വ്യത്യസ്തമായ മേഖല, ഒരു ഫാക്ടറിയുടെ സംവിധാനമുണ്ട്. അപ്പം കൃഷി മാത്രമല്ല, അടുത്തൊരു തലമുറയ്ക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ മറ്റ് മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഒരു കർഷകൻ എന്ന നിലയിൽ ആ ഉൽപ്പന്നത്തിന് പുതിയൊരു ബ്രാൻഡ് നെയിം കിട്ടിക്കഴിയുമ്പോൾ അതിന് വലിയൊരു മാർക്കറ്റും വലിയൊരു ഡിമാൻഡും കിട്ടുകയും ചെയ്യും. ഇത്തരം ഒരു സാഹചര്യങ്ങൾ ആലോചിക്കണ്ടേ ഇന്നത്തെ കാലഘട്ടത്തിൽ? എനിക്ക് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോടും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ അച്ഛനോടും പറയാനുള്ളത്, ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻകൈ എടുത്ത്
ഒരു പ്രൊഡ്യൂസിങ് കമ്പനി ആരംഭിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നെല്ല്, വൈക്കോല്, വാഴ, വാഴക്കൊല, വാഴപ്പിണ്ടി, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലയുണ്ട്. ഇതാരും പാവപ്പെട്ട കൃഷിക്കാരും അറിയുന്നില്ല. കുറച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനും തൊമ്മിച്ചനും എല്ലാം ഒരു പ്രൊഡ്യൂസിങ് കമ്പനിയുടെ PC തോമസ് PT ചാക്കോ ഫൗണ്ടേഷൻ്റെ പേരിലൊരു പ്രൊഡ്യൂസിങ് കമ്പനിയുണ്ട്. ഞാനതിൻ്റെ ഡയറക്ടറും തൊമ്മിച്ചൻ ആലപ്പുഴ ജില്ലയുടെ കോർഡിനേറ്ററുമാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പം ഒരുത്തൻ്റെ മുമ്പ് കൈ നീട്ടേണ്ട ആവശ്യം കുട്ടനാടൻ കൃഷിക്കാരന് 1 ഏക്കർ ചെയ്യുന്നവനോ 500 ഏക്കർ ചെയ്യുന്നവനോ 1000 ഏക്കർ ചെയ്യുന്നവനോ അവകാശമില്ല. ഞങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് ഞങ്ങൾക്ക് തരുന്ന വിലയും മാർക്കറ്റിൽ വിൽക്കുന്ന അരിയുടെ വിലയും എന്താണ്? ഈ ലാഭം ആര് കൊണ്ടുപോകുന്നു? ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സഹായവും വേണം. ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ സാധിച്ചു തരണമെന്ന് ഞാൻ ഒന്നുകൂടെ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ അച്ഛനോട് താഴ്മയായിട്ട് അപേക്ഷിക്കാൻ ഈ അവസരം ഉപയോഗിച്ചു. ഫാദർ ജോസഫ് കല്ലറിക്കൽ, ആളുകൾ ആവശ്യപ്പെടുന്ന ആളുകൾ ഒരു വലിയ ഒരു ശൂന്യതയുണ്ട് ഇപ്പോൾ ഈ കുട്ടനാട്ടിലെ ആളുകൾക്കിടയിൽ. പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒന്നും തന്നെ അവർക്ക് ഇല്ല. അപ്പോൾ കൃത്യമായി ചാസ് അടക്കമുള്ള സംഘടനകൾ ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അടക്കമുള്ള കുട്ടനാടുകളുടെ വേണ്ടി വരുന്ന പുതിയ തലമുറയുടെ ആവശ്യങ്ങളോട് ഒപ്പം ചേർന്ന് നിൽക്കുമോ? ഇതുപോലെയുള്ള കൊച്ചച്ചന്മാരുണ്ട്, യുവദീപ്തി പോലെയുള്ള സംഘടനകളുണ്ട്. അത്തരം സംഘടനകളിലുള്ളവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും ചാസ് യഥാർത്ഥത്തിൽ കുട്ടനാട്ടിലേക്ക് ഇറങ്ങിയത് തന്നെ ഒരു ശൂന്യതയിലേക്കാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ ഒരു ശൂന്യതയെ നികത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചാസ് ഇറങ്ങി വന്നിരിക്കുക. പ്രാക്ടിക്കലി ഈ ചമ്പക്കുളം പുളുങ്ങുന്ന ഫൊറോനകൾ കുട്ടനാട്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് എടത്വ ഫൊറോനയും ആലപ്പുഴ ഫൊറോനയും ഉണ്ട്. പക്ഷേ ഈ 2 ഫൊറോനകളിൽ ചാസ് ആയിരുന്നില്ല ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ചാസ് ഈ മേഖലയിലേക്ക് വരിക. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് മാത്രമല്ല, വളരെയധികം സംതൃപ്തിയുമുണ്ട്. കാരണം കുട്ടനാട്ടുകാർ ചാസിനെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു, ചാസിനോട് സഹകരിക്കാനായിട്ട് സന്നദ്ധരാകുന്നു എന്നുള്ളതാണ്. കേവലം ചില സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ചാസിൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമേ അല്ല. അതല്ല നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുക. പക്ഷേ ഇപ്രകാരമുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികളെക്കുറിച്ച് ചാസ് മുന്നോട്ട് ചിന്തിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഇവിടെ ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായും കുട്ടനാടിൻ്റെ വരുന്ന സമയങ്ങൾ കുട്ടനാടിൻ്റെ പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആരുടെയും മുമ്പിൽ എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി നിലകൊള്ളാതെ കുട്ടനാടുകാരൻ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലാതെ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഒഴുകി വരുന്ന വെള്ളത്തിന് പോലും കുട്ടനാട്ടുകാരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം കുട്ടനാടായി തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ തന്നെ ഉണ്ടാവട്ടെ. പുതിയ ഇടപെടലുകൾ ഉണ്ടാവാൻ, പുതിയ സർക്കാരിൻ്റെ ഇടപെടലുകൾ, സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതര ഏജൻസികളുടെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷെക്കേന ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ ചർച്ച സംഘടിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി.